ഹലോ ഗൈസ്, സാന്റോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നിയമസഭയിലകത്താണ്. ഇവിടെ ഇപ്പം ജനുവരി 9 മുതൽ 15 വരെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് നമ്മൾ നിയമസഭയ്ക്ക് അകത്തേക്ക് കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെയുണ്ട്. നമുക്കിപ്പം നിയമസഭയുടെ അകത്തേക്ക് കയറാം. ഇതാണ് നിയമസഭയുടെ മെയിൻ ബിൽഡിങ്. നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന് വേണ്ടിയാണ് ഈ നിയമസഭയ്ക്ക് അകത്ത് പൊതുജനങ്ങൾക്ക് കയറാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നിയമസഭയ്ക്കകത്ത് കയറാവുന്നതാണ്. അതായത് ജനുവരി 15 ശേഷവും നമുക്ക് നിയമസഭയ്ക്കകത്ത് കയറാം. മുമ്പത്തെ പോലെ ശുപാർശ കത്തിൻ്റെ ഒന്നും ആവശ്യം നമുക്കിനി ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ബോഡി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണും പിന്നെ കോയിൻസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ച് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രി. ഇപ്പോൾ ജനുവരി 9 മുതൽ 15 വരെ എല്ലാ ആൾക്കാർക്കും അകത്ത് ഫ്രീ ആയിട്ട് കയറാവുന്നതാണ്. യാതൊരു ബോഡി ചെക്കിങ് അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവർക്കും ജസ്റ്റ് അകത്ത് കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ഡേയ്സും ഈവനിങ് 7 മണി മുതൽ 9 വരെയൊക്കെ ഓരോ ലൈവ് പാട്ട്, ഡാൻസ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബുക്ക് ഫെസ്റ്റിവലിൻ്റെ അകത്തുള്ള എൻട്രി. ഇതിൻ്റെ നേരെ തന്നെയാണ് നമ്മുടെ നിയമസഭയുള്ളത്. നമുക്ക് ആദ്യം ബുക്ക് ഫെസ്റ്റിവലിൻ്റെ കാഴ്ചയിലേക്ക് കിടക്കാം. ധാരാളമായി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വായിക്കാൻ പറ്റിയ നല്ല ഇഷ്ടം പോലെ കളക്ഷൻസ് ഉള്ള ഒരു ബുക്ക് സ്റ്റോളാണ് ഇവിടെ ഫുള്ളും ഉള്ളത്. പല ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള പഠിക്കാനുള്ള കുറേ ബുക്കുകളും പിന്നെ കുഞ്ഞു സ്റ്റോറീസുള്ള, അതായത് നമ്മുടെ പഴയ ശിക്കാരി ശംഭുവിൻ്റെയും അങ്ങനത്തെ കുറേ ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സാഹിത്യകാരന്മാർക്കൊക്കെ വായിക്കാൻ പറ്റിയ ബുക്കുകൾ, അങ്ങനെ ഇഷ്ടംപോലെ നോവൽസ്, അങ്ങനത്തെ കുറേ ബുക്സ് ഇവിടെയുണ്ട്. കുറേ ആൾക്കാരൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ കണ്ടപ്പോൾ കുറേ പേര് അത് വാങ്ങിച്ചോണ്ട് പോകുന്നതൊക്കെ കണ്ടായിരുന്നു. ഈ നിയമസഭ ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഈ ബുക്ക് സ്റ്റാൾ ഉള്ളത്. ആ താഴത്തെ ഗ്രൗണ്ട് ഫുള്ളും ഒരു റൗണ്ട് ചുറ്റി വരുന്ന വിധത്തിലുള്ള എല്ലാ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്രമാത്രം ഒരു വലിയൊരു ശേഖരമാണ് ഇവിടെ ബുക്ക് സ്റ്റാൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലും കൂടെ ആയതുകൊണ്ട് ധാരാളമായിട്ടുള്ള ഇവിടുത്തെ നോവലും വെളിയിലുള്ള ബുക്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ പിന്നെ കണ്ടത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ബുക്ക് സ്റ്റോളാണ്. അവിടെ ധാരാളമായിട്ടുള്ള നല്ല ബുക്സുകളൊക്കെ ഇവിടെ കാണാൻ പറ്റി. നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ബുക്ക് സ്റ്റാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ക്യാൻറ്റീനും ഉള്ളത്. അവിടെ ജ്യൂസ് ഉണ്ട്, ഐസ്ക്രീം, അങ്ങനത്തെ കുട്ടികൾക്ക് പറ്റിയ എല്ലാ കാര്യങ്ങളും, പിന്നെ ചപ്പാത്തി, ബറോട്ട, റൊട്ടി അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് നൈറ്റ് വരെ ഉള്ളവർക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ്. നമുക്കപ്പം നിയമസഭയ്ക്ക് അകത്തേക്ക് കയറാം. ഇതാണ് നിയമസഭയുടെ അകത്തേക്ക് കയറാനുള്ളൊരു എൻട്രി. അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് P.R.O നാരായണൻ്റെ ഒരു ശില്പമാണ്. P.R.O നാരായണൻ്റെ ശില്പത്തിനോടൊപ്പം കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. മുൻ രാഷ്ട്രപതി P.R.O നാരായണൻ്റെ പ്രതിമ ഇവിടെ വെക്കാൻ കാരണം നിയമസഭ ഇവിടെ പണിതത് 1998 ഡിസംബർ 20-നാണ്. അദ്ദേഹമായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഡ്ജ് ഉള്ളത്. ഇതിൻ്റെ അകത്താണ് രാത്രി 7 മണി മുതൽ 9 മണി വരെയൊക്കെ ഉള്ള ടൈമിൽ ഇവിടെ ഡാൻസും പാട്ടും നല്ല കലാരൂപങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഇത് ഡേ ടൈം ആയതുകൊണ്ട് അവിടെ ബുക്കിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ വിശദീകരിക്കുന്നത് ഇവിടെ.
നമുക്കിപ്പോൾ നിയമസഭയ്ക്ക് അകത്ത് കയറാം. ഇതാണ് നിയമസഭയ്ക്ക് അകത്തുള്ള കാഴ്ച. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് ഉണ്ടാകുന്നത്. നല്ലൊരു രസമാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ. മമ്മൂക്കയുടെ വണ്ണെന്നുള്ള സിനിമയിലുള്ള ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്ന പോലും നമ്മൾ വിചാരിച്ചിരുന്നില്ല. വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്ലാസ് പോലെ അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതായത് നിയമസഭയ്ക്കകത്ത് ഏതൊക്കെ ഗാലറി ഉണ്ടെന്നും ആ ഗാലറിയുടെ പ്രത്യേകത എന്താണെന്നൊക്കെ അവരിനി പറഞ്ഞു തരുന്നതാണ്. അതിലിരിക്കുന്ന സീറ്റാണ് സ്പീക്കറിൻ്റെ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബ്ലാക്കിൽ യു ഷേപ്പ് ഉള്ളതാണ് അവർ വോട്ടിംഗ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്നത്. ഇപ്പോൾ ആ ഫെസിലിറ്റി ഇല്ല. ഇപ്പം കമ്പ്യൂട്ടറൈസിലാണ് അവർ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മേൽ കാണുന്ന 2 ഗാലറികൾ നമുക്ക് വിസിറ്റേഴ്സിന് വന്നിരിക്കാവുന്നതാണ്. ആ താഴെ കാണുന്ന ആ ഒരു സെക്ഷൻ VIP-കൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ഗാലറിയാണ്. പിന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള 2 മീഡിയക്കാർക്കും പ്രസ്സുകാർക്കൊക്കെ നിൽക്കാനുള്ള ഗാലറിയാണ് ഈ താഴെയുള്ള ആ 2 ഗാലറി വരുന്നത്. ആ താഴെ കാണുന്ന ബ്ലാക്ക് ഗാലറി VIP-കൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് രാജകുടുംബത്തിൽ നിന്ന് വരുന്നവർക്കോ വേറെ സ്റ്റേറ്റിലുള്ള MLA-മാർക്കോ MP-മാർക്കോ വേണ്ടിയുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ആ ഗാലറിക്കകത്തുള്ളത്. സ്പീക്കർ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡ് മുതലാണ് ഭരണപക്ഷം ഇരിക്കുന്നത്. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ താഴത്തെ നിരയിലാണ് ആ റൈറ്റ് സൈഡ് മൊത്തം ഇരിക്കുന്നത്. സ്പീക്കറിൻ്റെ ഇടത്തെ വശത്തിരിക്കുന്നത് പ്രതിപക്ഷമാണ്. അതിൽ ആദ്യം ഇരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവല്ല, ഡെപ്യൂട്ടി സ്പീക്കറാണ് ആദ്യം ഇരിക്കുന്നത്. അതിനുശേഷമാണ് പ്രതിപക്ഷവും ബാക്കി മന്ത്രിമാരൊക്കെ ആ സൈഡിലേക്ക് ഇരിക്കുന്നത്. അതിന് ഇങ്ങോട്ട് നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരും. ട്രിവാൻഡ്രം നിയമസഭയ്ക്ക് അകത്തുള്ള രാത്രി കാഴ്ചകൾ നല്ല മനോഹരമായിട്ടാണ്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നല്ല ആൾക്കാരൊക്കെ ആകർഷിക്കാൻ പറ്റിയ ഒരു വിധത്തിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ കുറച്ച് ഫൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ, നമ്മുടെ ട്രിവാൻഡ്രം നിയമസഭയ്ക്ക് അകത്തുള്ള കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.